ലേഖന വിവാദം കെട്ടടങ്ങും മുൻപ് ശശി തരൂരിനെ ഡിവൈഎഫ്ഐ കണ്ടു. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണിച്ചു. റഹീം എംപിയും ഡിവൈഎഫ്ഐ ഭാരവാഹികളുമാണ് ഡൽഹിയിൽ ശശി തരൂരിനെ കണ്ട് പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം ഞങ്ങളെ നല്ല നിലയിൽ അതിനെ അഭിനന്ദിച്ചു. ഈ പരിപാടിയെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനും അദ്ദേഹം നന്ദി പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അതിൽ രാഷ്ട്രീയമില്ലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെയും എനിക്ക് രാഷ്ട്രീയമില്ല, ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ എന്നെ ക്ഷണിക്കാനും പരിഗണിക്കാനും കാണിച്ച മനസ്സിന് നന്ദി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഈ സംരംഭം വളരെ പോസിറ്റീവായ സംരംഭമാണ്. സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ സ്റ്റാർട്ടപ്പ് മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ഒരിക്കലുമില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്കും പോകരുത്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള മനസ്സ് എല്ലായ്പ്പോഴും ഡിവൈഎഫ്ഐ കാണിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും ചേർന്നു. അനൂപ് ദാസ്, ഈ ലേഖനം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ആദ്യമൊക്കെ കോൺഗ്രസിനുള്ളിലും ഈ വലിയ വിവാദങ്ങളും എതിർപ്പുകളും ഉണ്ടായി. പക്ഷേ പിന്നീട് ഇതുമായി സഹകരിക്കാൻ പലരും തയ്യാറായി വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ക്ഷണിതാവാണ്. അതേ സമയത്താണ് ഇപ്പോഴിതാ ഡൽഹിയിൽ യുവ നേതാക്കൾ ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയതും ക്ഷണിക്കാനാണ് പോയതെന്ന് പറയുന്നതും. ഇതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയമാനം ഒന്നുമില്ല എന്ന് റഹീം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് തരൂരിനെ ഡിവൈഎഫ്ഐ പോയി കാണുന്നത്. ഈ ഡിവൈഎഫ്ഐയുടെ പരിപാടി മാർച്ച് 1-2 തീയതികളിൽ നിശ്ചയിച്ച സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. അതിൻ്റെ ആളുകളെയൊക്കെ പങ്കെടുക്കേണ്ട ആളുകളെയൊക്കെ നേരത്തെ തന്നെ വിളിച്ചു തുടങ്ങിയതാണ്. കോഴിക്കോട് ഒരു പുസ്തകശാലയുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ ഈ പരിപാടിയുടെ പരസ്യം പോലും ഉണ്ടായിരുന്നു. തരൂരിനെ നേരത്തെ ക്ഷണിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനെ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം റഹീമും വി കെ സനോജും എം ഷാജറും പോയിട്ട് നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനെ പോയി കാണുന്നത് ചില ഗുണം ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കും, കൂടുതൽ ചർച്ച ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ കൂടിയായിരുന്നു കൂടിക്കാഴ്ച. പക്ഷേ 1-2 തീയതികളിൽ സൂറത്തിൽ പരിപാടി ഉള്ളത് കൊണ്ട് ഡിവൈഎഫ്ഐ പരിപാടിക്ക് വരുന്നില്ല എന്ന മറുപടിയാണ് തരൂർ നൽകിയത്. അത് ആ പരിപാടി ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്നലത്തെ കൂടിക്കാഴ്ച അത് രാഹുൽ കൃത്യമായ സന്ദേശം തരൂരിന് നൽകിയിട്ടുണ്ട്, കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ പിന്നിൽ രാഷ്ട്രീയ മാനങ്ങൾ ഒന്നുമില്ല എങ്കിലും ഇതിൽ മറ്റൊരു രാഷ്ട്രീയം വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലായിരുന്നു സന്ദർശനവും കൂടിക്കാഴ്ചയും ക്ഷണവും.